നമ്മൾ എവിടെയാണോ അവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മളെ വീട്ടിലാവട്ടെ, നമ്മളെ സ്ഥാപനത്തിലാവട്ടെ, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലാവട്ടെ, നമ്മളെ സ്കൂളിലാവട്ടെ, അപ്പാർട്ട്മെൻറ്റിലാവട്ടെ, എല്ലായിടത്തും ഉണ്ടാവും. അതെങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് നമ്മളെ തലവേദന ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഇത് കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇത് ഫുഡ് വേസ്റ്റിനെ വളമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇതിനെ മൂടി തുറക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ബാക്ടീരിയൻ്റെ സൊല്യൂഷൻ ഉണ്ട്, അത് അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് വളമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനത്തെ 2 ബിൻ എന്തിനാണ്? ആദ്യത്തെ ബിന്നിലാണ് നമ്മൾ ഫസ്റ്റ് മന്ത് വേസ്റ്റ് ഇടുന്നത്. എന്നിട്ട് നമ്മളൊരു 1 മന്ത് കൊണ്ട് അത് ഫില്ലാവും. അപ്പോൾ നമ്മളത് അടച്ചു വെച്ച് രണ്ടാമത്തെ ബിന്ന് യൂസ് ചെയ്യും. രണ്ടാമത്തെ ബിന്ന് രണ്ടാമത്തെ മാസം കൊണ്ട് അത് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ടിരുന്നത് ഫസ്റ്റിലിട്ടിരുന്ന നമ്മൾ ബിന്നില്ലേ, അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വളമായിട്ട് കഴിഞ്ഞ് മാറിയിട്ടുള്ള ഇതെടുത്ത് ഒഴിവാക്കാം. അത് ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ 1/3 മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കമ്പോസ്റ്റായിട്ട് സെറ്റിലായിട്ടുണ്ടാവും. സോ നമ്മളിട്ട ക്വാണ്ടിറ്റിയുടെ അത്രയൊന്നും അതിലുണ്ടാവില്ല. അത് നമുക്ക് വളരെ നല്ല വളമാണ്. അത് നമുക്ക് ചെടികൾക്കൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതെന്ന് ചോദിക്കും, ഇതിൽ വരുന്ന ലിക്വിഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയൽ സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അത് നമ്മൾ ഓൾ കേരള ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് എത്തിച്ചു തരാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ പാർസൽ വഴിയും എത്തിച്ചു തരും. ഇത് 350 റുപ്പീസാണ് ഇതിന് വരുന്നത്. നമുക്കൊരു മാസത്തേക്ക് ഒരു ബോട്ടിലിൻ്റെ അടുത്ത് ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ അത് 1-2 മാസത്തേക്കാണെങ്കിൽ കിട്ടും. സോ ഇതിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ റൂഫ് ടോപ്പിൽ കൊണ്ടുവെക്കാം, നമ്മളെ അടുക്കളയുടെ സൈഡിൽ കൊണ്ടുവെക്കാം. മണ്ണിൽ കുഴിച്ചിടേണ്ട ആവശ്യങ്ങളൊന്നും നമ്മളെ ബിന്നിനില്ല. പിന്നെ ഇതിനുള്ളിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് ചാടുന്ന പ്രശ്നങ്ങളില്ല. ഇതിനൊരു ടാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വേസ്റ്റിൽ എപ്പോഴും ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം ആ ലിക്വിഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വളരെ നല്ല രീതിയിൽ കമ്പോസ്റ്റിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു വിഷയത്തിൽ. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ കഞ്ഞിവെള്ളം, അങ്ങനത്തെ കറി, അങ്ങനത്തെ സാധനങ്ങൾ, ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നാലും വരുന്ന വേസ്റ്റിനെ, വെള്ളത്തിനെ ഒഴിവാക്കാനാണ് ഈ ഒരു ടാപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഫൈബർ റീഇൻഫോഴ്സ് പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഓരോ സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ അവിടുത്തെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ എൻജിനീയേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ്. ഞങ്ങൾ എൻവയോൺമെൻറ്റൽ എൻജിനീയേഴ്സിൻ്റെ ടീം നമ്മളെ കൂടെ ഉണ്ട്, മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ഉണ്ട്. സോ അതിനനുസരിച്ച് ഞങ്ങൾ സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്യുന്ന യൂണിറ്റുകളാണ് ഓരോന്നും. നമ്മൾ സുയിത്ത മിഷൻ്റെയും ഹരിത കേരള മിഷൻ്റെയും ഒക്കെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. കൂടുതൽ അറിയുന്നതിന് ഞങ്ങളെ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളെ ടെക്നിക്കൽ എക്സ്പേർട്ട് നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഇതല്ല, നിങ്ങളുടെ അടുത്ത് ഓൾറെഡി കമ്പോസ്റ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സപ്പോർട്ടോ അഡ്വൈസോ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക്. താങ്ക് യു.